ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ന്യൂ SRT സീരീസിൽ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 6th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2 വരുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ ഏതാണ്? ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്നതാണ്. 9ാമത്തെ ചാപ്റ്റർ ആണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത് അല്ലെ. അങ്ങനെ നമ്മുടെ ആധുനിക രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും പരിപാലനത്തിനുമൊക്കെ ഭരണഘടന എന്നൊരു ആശയം വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഭരണഘടന. അപ്പോ എന്താണ് ഈ ഭരണഘടന എന്ന് വരുമ്പോൾ, ഇന്നൊരു ആശയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏതൊരു രാഷ്ട്രത്തിന്റെയും സുസ്ഥിരതയ്ക്കും ഭരണത്തിനുമൊക്കെ സഹായിക്കുന്ന അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആധികാരിക രേഖയാണ് ഈ പറയുന്ന ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഉദ്ഭവം, പ്രാധാന്യം, വളർച്ച, വ്യത്യസ്ത തരം ഭരണഘടനകൾ. നമ്മുടെ ലോകത്ത് വിവിധ രാജ്യങ്ങളുണ്ട്. വിവിധ രാജ്യങ്ങൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭരണഘടനയാണുള്ളത്. ഇത്തരത്തിലുള്ള ഭരണഘടനകൾ, ഇവ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ഉദാഹരണം എന്നോളം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ചില രീതികളുണ്ട്, മര്യാദകളുണ്ട്, നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ശീലങ്ങളുണ്ട്. അവയെ അനുശാസിക്കുന്ന വിധത്തിൽ 2 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, 2 ആശയങ്ങൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹെൽമറ്റ് ധരിച്ചുകൊണ്ടുള്ള യാത്രയാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ചിത്രത്തിൽ ക്യൂ നിന്ന് കൃത്യമായ ഒരു ക്രമസമാധാന പാലനം ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ 2ാമത്തെ ചിത്രത്തിൽ അവിടെ മൊത്തത്തിൽ ഒരു തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇതിലേതാ ശരി? അപ്പൊ ഇതുപോലെ കൃത്യമായി ക്രമസമാധാന പാലനത്തോടു കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും ചില നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കേണ്ടത് അനിവാര്യമാണ്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും വരും. അതുപോലെ സ്കൂളുകളിലും മറ്റുമൊക്കെ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. സമൂഹത്തിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ ഒരു സുസ്ഥിരമായ സുഗമമായ ജീവിതം നമുക്ക് സാധ്യമാകുള്ളൂ എന്ന്. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള, ധാരാളം ജനങ്ങളുള്ള, പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. കൃത്യമായി പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ഇവ നാം ഓരോരുത്തരും പാലിച്ചെങ്കിൽ മാത്രമേ ഇത്രയും വലിയ വിശാലമായ ഭൂപ്രദേശമുള്ള, ധാരാളം ജനങ്ങളുള്ള, പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതുപോലെ തന്നെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതിനെയാണ് നമ്മൾ ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനുമൊക്കെ സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഏകീകൃത രേഖയെയാണ് ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായ നിയമനിർമ്മാണ സഭയാണ് എന്നുള്ളത് അല്ലെ. വ്യത്യസ്ത ഭാഷയും വേഷവും സംസ്കാരവും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ ഈ ഒരു രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഈ ഒരു നിയമവ്യവസ്ഥയാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, ഇവിടെ പറഞ്ഞതുപോലുള്ള വ്യവസ്ഥകൾ, മറ്റു കാര്യങ്ങളെല്ലാം ചേർന്ന ആധികാരിക രേഖയെയാണ് ഭരണഘടന എന്ന ആശയത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഭരണഘടന? ഇവിടെ നൽകിയിട്ടുള്ള നിർവചനം നോക്കാം. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ചെറിയ അഭിമുഖത്തിന്റെ ഭാഗമാണ്. കുട്ടികൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കുക, ശ്രദ്ധിക്കാം.
നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? പൗരന്മാരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വച്ചിട്ടുള്ളത് എവിടെയാണ്? അതുപോലെ അടുത്ത ചോദ്യം, ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? എല്ലാറ്റിനുമായിട്ട് ടീച്ചർ നൽകുന്ന ഉത്തരം ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഭരണഘടന എന്നത്. അപ്പൊ ഇവിടെ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു അഭിമുഖം മുഖേന നമുക്ക് എന്താ മനസ്സിലായത്? ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ആശയങ്ങൾ? ഒന്നാമതായിട്ട് നമുക്ക് പറയാം, രാഷ്ട്രത്തിന്റെ സംവിധാനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പൗരന്മാരുടെ ചുമതലകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഭരണകർത്താക്കളുടെ അധികാരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇവയെല്ലാമാണ്: രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം, പൗരരുടെ ചുമതലകൾ, ജനങ്ങളുടെ അവകാശങ്ങൾ, ഭരണകർത്താക്കളുടെ അധികാരങ്ങൾ എന്നിവയാണ്. അങ്ങനെ ഭരണഘടന എന്നൊരു ആശയത്തിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് മനസ്സിലായി. ഭരണഘടനയുടെ ആവശ്യകതയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് അതായത് ഭരണഘടന എന്നൊരു ആശയം രൂപീകരിക്കപ്പെടുന്നതിനുണ്ടായ ഒരു ചരിത്രം ഉണ്ടാകുമല്ലോ, അതെങ്ങനെയാണ്? അതാണ് ഇവിടെ നമ്മൾ ഇനി പഠിക്കുന്നത്. ഭരണഘടനയുടെ മുൻഗാമികൾ. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എടുത്തപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഭാഗം പറഞ്ഞിരുന്നു നമ്മൾ. ഹമ്മുറാബിയുടെ നിയമസംഹിത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ്. പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടം ഏതാ? BCE 1792 1750. അപ്പൊ ബാബിലോണിയയുടെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്ന്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ ഒരു നിയമം അനുശാസിക്കുന്നു. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. നമ്മൾ കേട്ടിട്ടില്ലേ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന ഒരു നിയമരീതി? അത് ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്ന്. ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. അടുത്തത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഈ ഒരു പേര് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ ബുദ്ധിമുട്ടിയ സമയത്ത് ജോൺ രാജാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ജനങ്ങൾ ഒരു പ്രമാണത്തിൽ ഒപ്പുവെപ്പിക്കുന്നു. ആ ഒരു പ്രമാണത്തെയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാജാവും ഭരണകൂടവും നിയമത്തിനതീതരല്ല. നിയമത്തിനതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടാണ് ഈ ഒരു മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നത്. മനുഷ്യാവകാശം എന്നൊരാശയം ഉയർത്തെഴുന്നേറ്റത് ഈ ഒരു ആശയത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. ഇനി മഹത്തായ വിപ്ലവമാണ്. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. 17ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. CE 1688 മഹത്തായ വിപ്ലവം രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്.
ഈ മഹത്തായ വിപ്ലവം കാരണം രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും ഈ ഒരു വിപ്ലവം വഴി സാധിച്ചു എന്നുള്ളതാണ്. ഇതുകൂടാതെ രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. രാജാവിന്റെ അധികാരം പാർലമെന്റിന് വിധേയമായി മാറിയത് മഹത്തായ വിപ്ലവത്തിന് ശേഷമാണ്. ഇതിൻ മൂലം എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഭരണഘടനാ രൂപീകരണം സംഭവിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അങ്ങനെ മഹത്തായ വിപ്ലവത്തിൽ ഇതാണ് സംഭവിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു? രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിച്ചു, പാർലമെന്റിന് അധികാരം വന്നു, രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി, തുടർന്ന് ഭരണഘടന രൂപീകരണത്തിലേക്ക് അത് വഴിമാറി. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ വളരെ വളരെ ചെറിയ പോയിന്റ്സ്, കുറച്ച് പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവയൊന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഗവൺമെന്റ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കുറിച്ചാണ്. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെയാണ് ഗവൺമെന്റിനെ നീക്കം ചെയ്യുന്നതിനായിട്ട് ജനങ്ങൾക്ക് അധികാരമുണ്ട്, ജനങ്ങളുടെ അധികാരത്തെക്കുറിച്ച് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ബോധ്യപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ടാണ് അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. പിന്നീട് ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായ മറ്റൊരു സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്നത്. ഫ്രഞ്ച് വിപ്ലവം നമുക്ക് വിശദമായി തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ചെറിയ ഈ പറയുന്ന പോലെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതെല്ലാം PYQ ആണ് കേട്ടോ. എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ അധികാരത്തെക്കുറിച്ചും ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ചുമൊക്കെയാണ്. അങ്ങനെ രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ എന്ത് സംഭവിച്ചു? ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാകുകയും ചെയ്യപ്പെട്ടു. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി ഫ്രഞ്ച് ജനത 1789 1789 വർഷത്തിൽ വിപ്ലവം നടത്തി. ഇവിടെ എന്ത് സംഭവിച്ചു? ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം ഇവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. തുടർന്ന് ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാവുകയും ചെയ്തു. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഹമ്മുറാബിയുടെ നിയമസംഹിത, മാഗ്ന കാർട്ട, മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഫ്രഞ്ച് വിപ്ലവം. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു വന്നതിലൂടെ നമുക്ക് മനസ്സിലായി ഭരണഘടനയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ ഭരണഘടന വേണ്ടതിന്റെ ആവശ്യകത ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഭരണഘടന എന്നൊരു ആശയം രൂപപ്പെട്ടു വന്നതിന്റെ ഒരു ചരിത്രമാണ്, ചരിത്രത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണ് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെട്ടു. അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായത്. നമ്മളിവിടെ ഓരോന്നും വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം അതാണ്. അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെയായിട്ട് ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടന എന്നൊരു ആശയത്തിന്റെ, ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്, അല്ലെ?
ഇവിടെ നമുക്ക് ആ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഈ ഒരു വർക്ക്ഷീറ്റ്. നോക്കാം. രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമ സംഹിത ഏതാണ്? കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിയമം മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമസംഹിതയുടെ ഏതാണത്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ഹമ്മുറാബിയുടെ നിയമസംഹിത. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് മഹത്തായ വിപ്ലവത്തിലാണ്. മഹത്തായ വിപ്ലവം. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെട്ടത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട. ക്ലിയർ അല്ലേ? ഇത് വായിച്ചപ്പോ ഏതാണ്ട് ഒരു നമുക്കിങ്ങനെ ഗ്ലിംസ് കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഭരണഘടനയുടെ ഒരു ചരിത്രം കണ്ടു. എങ്ങനെയാണ് ചരിത്രത്തിൽ ഭരണഘടനയിലേക്ക് നമ്മൾ എത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഭരണഘടനകൾ പല തരത്തിലുണ്ട്. അപ്പൊ അവയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഭരണഘടനകളെ അവയുടെ സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി, അവയുടെ സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിക്കുന്നുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഭരണഘടന 3 തരത്തിൽ ആദ്യം തരംതിരിക്കുന്നുണ്ട്. സ്വഭാവം അനുസരിച്ച്, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ, രൂപം കൊണ്ട രീതിയുടെ അടിസ്ഥാനത്തിൽ. പിന്നീടും അവയെ 2ആയി തരംതിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? സ്വഭാവം വെച്ച് ലിഖിതമെന്നും അലിഖിതമെന്നും 2ആയി തരംതിരിക്കുന്നു. മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ അനുസരിച്ച് ദൃഢമായതെന്നും അയവുള്ളത് എന്നും തരംതിരിക്കുന്നു. രൂപം കൊണ്ട രീതി അനുസരിച്ച് നടപ്പിലായത് എന്നും പരിണമിച്ചത് എന്നും 2ആയി തരംതിരിക്കുന്നു. അങ്ങനെ ഇത്രയും വിധത്തിലാണ് ഭരണഘടന പൊതുവെ തരംതിരിക്കുന്നത്. ഇനി ഇവ എന്താണെന്നുള്ളതിന്റെ കുറച്ചും കൂടി വിശദാംശങ്ങൾ നമുക്ക് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ലിഖിതം അലിഖിതം എന്നത് നോക്കാം. ഉദാഹരണ സഹിതമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കാം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ലിഖിത ഭരണഘടന. നമ്മൾ നേരത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ലിഖിതമായിട്ടുള്ള ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ലിഖിത ഭരണഘടന എന്താണ്? രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയത് ലിഖിത പുസ്തക രൂപത്തിലാക്കി തയ്യാറാക്കി ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടേത് ഇന്ത്യയുടേതും ഒരു ലിഖിത ഭരണഘടനയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ USA ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ്. ഇനി അലിഖിതത്തിലേക്ക് വരുമ്പോൾ ഒരു പുസ്തക രൂപത്തിലൊന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലാത്തവയാണ് അലിഖിത ഭരണഘടന എന്നതാണ് അടിസ്ഥാനപരമായ ആശയം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന. ഉദാഹരണം യുണൈറ്റഡ് കിങ്ഡം, UK, അതുപോലെ ന്യൂസിലൻഡ്. UK-യുടെയും ന്യൂസിലൻഡിന്റെയും ഭരണഘടനയൊന്നും എഴുതി ക്രോഡീകരിക്കപ്പെട്ട ഒരു പുസ്തക രൂപത്തിലൊന്നും ആക്കിയിട്ടില്ല. അവ അലിഖിത ഭരണഘടനയാണ്. അടുത്തത് ദൃഢമായത് അതുപോലെ അയവുള്ളത് എന്ന് നമ്മളിവിടെ കണ്ടതുപോലെ മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ദൃഢമായതും അയവുള്ളതും വന്നത്. അപ്പൊ എങ്ങനെയാണ്? ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിന്, ഭേദഗതി ചെയ്യുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ഈ പറഞ്ഞ ദൃഢമായത്. ദൃഢമാണവ. മാറ്റുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ഉണ്ട്. ഉദാഹരണം അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് കുറച്ച് കർക്കശമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട കാര്യമാണ്. ഓസ്ട്രേലിയയുടേതും ദൃഢമായ ഭരണഘടനയാണ്. ഇനി അയവുള്ളതിലേക്ക് വരുമ്പോൾ ഫ്ലെക്സിബിൾ ആണ്. എളുപ്പത്തിൽ ഭേദഗതി വരുത്താനായി സാധിക്കും. എളുപ്പത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഭരണഘടനയാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെതും അതുപോലെ ന്യൂസിലാൻഡിൻ്റെതുമായിട്ടുള്ള അയവുള്ള ഭരണഘടന. ഉദാഹരണമാണ് UK-യും ന്യൂസിലാൻഡും. അപ്പൊ ഇവിടെ നോക്കാം, അലിഖിതമാണ്, അതുപോലെ അയവുള്ളതാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയും ന്യൂസിലാൻഡിൻ്റെയും ഭരണഘടന എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തേതാണ് രൂപം കൊണ്ട രീതി അനുസരിച്ച് നടപ്പിലാക്കിയത്, പരിണമിച്ചത് എന്ന രീതിയിൽ 2 തരത്തിൽ. എങ്ങനെയാണ്? ഒന്നാമത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണത്തിന് ശേഷം, ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം മാത്രം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഭരണഘടനയാണ് നടപ്പിലാക്കിയത് എന്ന അർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. ഉദാഹരണം USA, ഇന്ത്യ എന്നിവയാണ്. ഇനി പരിണമിച്ചത്, ഭരണഘടനയുടെ പരിണാമം, ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെട്ട ഭരണഘടനയാണ് പരിണമിച്ചത് എന്ന കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഒക്കെ ഉൾപ്പെടുന്നത് പരിണമിച്ച ഭരണഘടനയിലാണ്. ഉദാഹരണം UK, കാനഡ. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ ഭരണഘടനയുടെ തരം, എത്ര തരം ഭരണഘടന ഉണ്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. ഭരണഘടനയുടെ സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി അനുസരിച്ച് ഭരണഘടനയെ പല തരത്തിലായി മാറ്റുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഭരണഘടനയ്ക്ക് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഭരണഘടന അവശ്യ ഗുണങ്ങൾ. എന്തൊക്കെയാണ് ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങൾ? ഒന്നാമത് നമുക്ക് പറയാം സംക്ഷിപ്തത. എന്താണ് സംക്ഷിപ്തത? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം ഭരണഘടന എന്നതാണ് സംക്ഷിപ്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് വ്യക്തത. വ്യക്തത, ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പം ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വ്യക്തത എന്നത്. ചലനാത്മകത, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയുന്നവയായിരിക്കണം ഭരണഘടന എന്നതാണ് പ്രധാനമായി പറയുന്ന മറ്റൊരു ഗുണം. ചലനാത്മകത ഉണ്ടായിരിക്കണം. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ സാധിക്കുന്നവയായിരിക്കണം ഭരണഘടന. അനുയോജ്യത, ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം ഭരണഘടന. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം ഭരണഘടന തയ്യാറാക്കേണ്ടത്. സമഗ്രത. സമഗ്രത എന്താണ്? ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്നതായിരിക്കണം ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇവയെല്ലാം തന്നെ ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങളാണ്. സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത എന്നിവ ഭരണഘടനയ്ക്ക് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ഇനി ഭരണഘടനാ വ്യവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ആദ്യം ഒരു കോൺവെർസേഷൻ പാർട്ട് തന്നിട്ടുണ്ട്. ടീച്ചർ, മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി അത് ആവർത്തിക്കരുത്. മനു, ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമം പാലിക്കേണ്ടതുണ്ടോ? ടീച്ചർ, എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബാധകമാണ്. അപ്പൊ ഇവിടുന്ന് എന്ത് മനസ്സിലായി? നിയമങ്ങൾ നിർമ്മിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളാണ് എങ്കിലും ആ നിയമങ്ങൾ അനുസരിക്കാൻ അവരും ബാധ്യസ്ഥരാണ്, നമ്മളോടൊപ്പം തന്നെ, അല്ലെ? നമ്മൾ മാത്രമല്ല, ഭരണാധികാരികളും ഈ ഒരു നിയമം പാലിക്കാൻ ബാധകമായിട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണങ്ങൾ ഉള്ളതുപോലെ തന്നെ അധികാരികൾക്കുമേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ അധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഭരണാധികാരികൾക്കും കൃത്യമായ ഉത്തരവാദിത്വങ്ങളും അനുസരിക്കാൻ, നിയമങ്ങൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരും ആണ് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിയന്ത്രണമില്ലാത്ത അല്ലെങ്കിൽ പരിധിയില്ലാത്ത ഒരു അധികാരം ഭരണാധികാരിക്ക് നൽകിയാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അത് ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഈ പറയുന്ന നിയമത്തിന് വിധേയരാകണം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥകൾ നിലകൊള്ളുന്നത്. ഏത്? സ്വേച്ഛാധിപത്യത്തിനെതിരെ. സ്വേച്ഛാധിപത്യത്തിന് കാരണമാകും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥകൾ നിലകൊള്ളുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭരണഘടനാ വ്യവസ്ഥ എന്താണ്? ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമം. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമത്തെയാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയം, ഭരണഘടനാ വ്യവസ്ഥ എന്നൊരു ആശയം, ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്നത് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിക്കുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. അദ്ദേഹം സാധാരണ നിയമങ്ങളെന്നും അതുപോലെ തന്നെ ഭരണഘടനാ നിയമങ്ങളെന്നും നിയമങ്ങളെ പൊതുവെ രണ്ടായിട്ടും തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഭരണഘടനാ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക, ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ്. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, റൂൾ ഓഫ് ലോ ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നതും ഈ ഒരു ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഭരണഘടനാ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഭരണഘടന എന്നത് ഒരു രാജ്യത്തിന്റെ ഭരണത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന നിയമങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു കൂട്ടമാണ്. എന്നാൽ ഭരണഘടനാ വ്യവസ്ഥ എന്നത് അതിലും വിപുലമായിട്ടുള്ള ഒരു ആശയമാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, അല്ലെ? സർക്കാർ ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്കും നിയമങ്ങൾക്കും വിധേയമായി മാത്രം പ്രവർത്തിക്കണം എന്നതാണ് ഈ ഒരു ഭരണഘടനാ വ്യവസ്ഥ എന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഭരണകൂടത്തിന്റെ അധികാരം പരിധിയില്ലാതാകരുതെന്നും അത് ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നും എന്നും പറയുന്നത് ഈ ഒരു ഭരണഘടനാ വ്യവസ്ഥ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഭരണാധികാരികളെ നിയന്ത്രിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു നിയന്ത്രണം ആവശ്യമാണ്, ഇല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് ഇത് കടക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പറയാവുന്നതാണ് സർക്കാരിന്റെ അധികാരം പൊതുവെ പരിമിതമാണ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കാനും അവർക്ക് സാധിക്കില്ല. അത്തരത്തിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഒരു സർക്കാരിന് വിനിയോഗിക്കാനായിട്ട് പാടുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞ നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ രാജ്യത്തെ എല്ലാവരും ഭരണാധികാരികൾ ഉൾപ്പെടെ നിയമത്തിന് അതീതരല്ല എന്നും എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നും വ്യവസ്ഥ ചെയ്യുന്ന ഒന്നാണ് ഈ നിയമവാഴ്ച. അപ്പൊ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. പ്രധാനമായിട്ടും മൗലിക അവകാശങ്ങളാണ്. പൗരരുടെ അടിസ്ഥാന അവകാശങ്ങളായിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ ഒരു മൗലിക അവകാശം ഭരണകൂടത്തിന് പോലും ഈ അവകാശങ്ങൾ ലംഘിക്കാൻ പാടില്ല, ലംഘിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭരണഘടനാ വ്യവസ്ഥകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക, അത് പരിപാലിക്കുക, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ ഭരണഘടനയിലേക്ക് എത്തി, അടിസ്ഥാന വിവരങ്ങളൊക്കെ പഠിച്ചു. സുദീർഘമായ നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിന്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്നൊന്നും വ്യത്യാസപ്പെട്ടിട്ടുള്ളതല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം നൽകിയിട്ടുള്ളത് രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞയാണ്. രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയാണ്.
ഇപ്പൊ ഇവിടെ പേരാണ് മെൻഷൻ ചെയ്തത്. ഖ ആയ ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എന്റെ കഴിവിന്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരിക്കുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് ഭാരതത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. രാഷ്ട്രപതിയുടെ ശപഥമാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ വാചകം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അല്ലെ? അങ്ങനെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ നമ്മുടെ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതായിരുന്നു? നിങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ പറയാം. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അതിന്റെ ഉദ്ഭവം എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അവയുടെ ഒരു ചരിത്രമാണ് ഇവിടെ നമ്മളിങ്ങനെ നൽകിയിട്ടുള്ളത്. ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. അതായത് 1600 ഏഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. അങ്ങനെ ഒരു വാണിജ്യ കുത്തകയാണ് ഈ മറ്റു യൂറോപ്യന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുത്തത്. അതിനുശേഷം അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ആധിപത്യം നേടിയെടുക്കുക എന്നതായിരുന്നു. അതിനായിട്ട് അവര് വിവിധ തരത്തിലുള്ള യുദ്ധങ്ങളും സന്ധികളും നിയമനിർമ്മാണങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയുടെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും തങ്ങളുടെ അധീനതയിലാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. രണ്ടാമത് നമുക്ക് പറയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? അപ്പൊ ഇതും നമ്മുടെ ഭരണഘടനയിലേക്ക് വരുന്നതിനൊരു കാരണമായിട്ട് മാറിയ ഭാഗമാണ്. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് 1857 കലാപം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് കാരണമായ സമരവും ഈ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മാറി ക്രൗൺസ് റൂളിലേക്ക് മാറുകയാണ് ഈ ഒരു സമരത്തിന് ശേഷം സംഭവിച്ചത്, അല്ലെ? അപ്പൊ ഇവിടെ 1857 ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ള ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനാപരമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ടാണ് ഈ ഒരു സമരത്തെ 1857 ഈ ഒരു കലാപത്തെ കണക്കാക്കുന്നത്. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തില് നാട്ടുരാജാക്കന്മാരും അവരെല്ലാം ചേർന്നുകൊണ്ട് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്ക് സമരത്തിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നതാണ്, അല്ലെ? അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ 1857 നടത്തിയ ഈ ശക്തമായ പോരാട്ടത്തെ തുടർന്ന് 1858 തൊട്ടടുത്ത വർഷം എന്ത് സംഭവിച്ചു? ഇന്ത്യ ഗവൺമെന്റ് നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഏത് വർഷം? 1858 കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും ഈ നിയമം അനുസരിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി മാറുകയും ചെയ്തു. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതുവരെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം, കമ്പനി റൂള് ക്രൗൺസ് റൂളായിട്ട് മാറുകയാണ് ചെയ്തത്. ഗവർണർ ജനറൽ എന്ന പദവി മാറ്റി വൈസ്രോയി എന്ന പദവിയാണ് നൽകിയത്. ഇത് മാത്രമല്ല, കുറച്ചധികം മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ഈ വൈസ്രോയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടി ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഭാഗമായി മാറുന്നത്. അടുത്തത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അതിന് ഉദാഹരണമാണ് ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതായത് 1861, 1892, 1909 ഇതിലൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ ഭരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽസ് ആക്ട് എന്ന പേരിൽ നിയമങ്ങൾ പാസാക്കി. ഈ പറഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ 1909 കൃത്യമായി കുറച്ചും കൂടെ കേട്ടിട്ടുണ്ടാവും. മിന്റോ മോർലി റിഫോംസ് ഒക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആണ്. 1861 1892 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് കൊണ്ടുവന്നു. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം നിയമനിർമ്മാണ ആവശ്യങ്ങൾക്കായിട്ട് ഗവർണർ ജനറലിന്റെ കൗൺസിൽ വിപുലീകരിക്കുകയാണ് ചെയ്തത്. 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെയും അതുപോലെ സംസ്ഥാന കൗൺസിലിന്റെയും അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. ഈ ഒരു നിയമം വന്നപ്പോഴേക്കും കുറച്ചുകൂടി മാറ്റങ്ങളാണ് മുന്നിൽ കാണാൻ പറ്റിയത്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി നമുക്ക് മൂന്നാമത്തെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, അതായത് 1909 കൗൺസിൽസ് ആക്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നിയമപ്രകാരം 1909 കൗൺസിൽസ് ആക്ട് പ്രകാരം, അതായത് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഒരു നിയമപ്രകാരം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും സംസ്ഥാന കൗൺസിലിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. ഇനി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC ആണ്. ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന ആശയം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും INC ആണ്. അപ്പോൾ ഒരു സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരാശയം മുന്നോട്ട് വെച്ചത് INC ആണ്. ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും ഇത് വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മൾ ആദ്യം പറഞ്ഞ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് നമ്മളിവിടെ പറഞ്ഞ 1857 കലാപത്തിന് ശേഷം വന്ന ഈ ഒരു നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇതില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം രാജ്ഞി നേരിട്ടെടുക്കുന്നു. ക്രൗൺസ് റൂള് വരുന്നു. രണ്ടാമതുള്ളതാണ് 1919 നമ്മൾ കേട്ടിട്ടുണ്ടാവും മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്, കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ഒരു നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ഇതിന് പ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലുകൾ വിപുലീകരിക്കാനും പ്രവിശ്യകളിൽ ഡയാർക്കി ദ്വിഭരണം ഏർപ്പെടുത്തുന്നതിനും കാരണമായി. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് കാര്യമായ സ്വാധീനം ചെലുത്തിയ നിയമമാണ്. അതായത് നമ്മൾ പഠിക്കുന്നില്ലേ ഈ ഒരു ആശയം എവിടെ നിന്ന് കടം കൊണ്ടു എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള കുറെ രാജ്യങ്ങൾ ഒപ്പം നമ്മൾ കേട്ടിട്ടുള്ള എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി വിശദാംശങ്ങൾ വേറെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ വിപുലീകരിച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ എല്ലാം ചെറിയ ക്ലാസ് ആയതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഇവയുടെ വിശദാംശങ്ങൾ SCRT പോയിന്റ് ഓഫ് വ്യൂ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. അങ്ങനെ ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിച്ച് വരികയും മെച്ചപ്പെട്ട ഭരണം ഇന്ത്യയിൽ ഉറപ്പുവരുത്തുകയും ചെയ്ത നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. അവസാനത്തേതാണ് ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്? 1946 ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങളടങ്ങിയ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തി. ഇതിലെ അംഗങ്ങളാണ് സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവർ. ഓക്കെ, ഈ പേരുകളും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? അപ്പൊ കുറച്ചുകൂടി എളുപ്പമുണ്ടാവുമല്ലോ പഠിക്കാൻ. സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു?
ഇന്ത്യക്ക് അധികാരം കൈമാറുന്നത് വരെ ഒരു ഇടക്കാല ഗവൺമെന്റ്, ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കുക. ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് നേരത്തെ നമ്മൾ INC ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിനു വേണ്ടി ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയും ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരികയും ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ക്യാബിനറ്റ് കമ്മീഷൻ അംഗീകരിക്കുന്നു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചുള്ളതായിരുന്നു ഈ ഒരു പ്രസ്തുത മിഷൻ, ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ക്യാബിനറ്റ് മിഷനെ കുറിച്ച് കണ്ടു. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് നമ്മൾ എത്തി. ഭരണഘടനാ നിർമ്മാണത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഏറ്റവും വലിയ സമരം എന്നോണം നമ്മൾ പഠിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. പിന്നീട് നമ്മൾ 3 കൗൺസിൽസ് ആക്ട് പഠിച്ചു. ഏതൊക്കെയാണ്? 1861 1892 1909 ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞത് പ്രസ്തുത പ്രസ്ഥാനങ്ങളാണ്. ഏതാണ്? INC ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 3 പഠിച്ചു. 1858 1919 1935 അങ്ങനെ 3 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് പഠിച്ചു. പിന്നീട് നമ്മൾ ഇപ്പോൾ ക്യാബിനറ്റ് മിഷനും പഠിച്ചു. ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഭരണഘടന നിർമ്മിക്കാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വരെ എത്തി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. എല്ലാം തന്നെ PYQ ആണ്, ഓരോ പോയിന്റും ശ്രദ്ധിക്കുക കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതുകൊണ്ട് തന്നെ നവംബർ 26 എന്ത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നത് നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ് നവംബർ 26. ആ ദിനത്തെ നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഭരണഘടന നിർമ്മിച്ചു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും PYQ ആണ് കേട്ടോ. ഒന്നുപോലും വിടരുത്. ഇവയെല്ലാം തന്നെ PS റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. സിമ്പിൾ ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷനെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പേരാണ് പറയാട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷൻ, ഇന്ററിം പ്രസിഡന്റ് ആയിട്ട് വേറൊരാളെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം താൽക്കാലിക അധ്യക്ഷനായിട്ട് ഒരാളെ നിയമിക്കുന്നു. അതിനുശേഷമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്.
ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ? നിങ്ങൾക്ക് അറിയാവുന്ന പേരാണ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അറിയാത്തവർ പഠിച്ചോട്ടെ, അറിയുന്നവർ അതൊന്ന് ഉറപ്പിക്കുക. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. ഇവിടെയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കപ്പെടുന്നത്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇതെല്ലാം തന്നെ വൺ വേർഡ് ആയിട്ട് നേരത്തെ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പൊ പാറ്റേൺ ഒക്കെ മാറ്റി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവ സ്റ്റേറ്റ്മെന്റ് ആയി വന്നാൽ നമുക്ക് തെറ്റാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതുപോലെ ഡേറ്റ്സ് ഒന്നും മാറിപ്പോരുത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ്. ഈ ഒരു ഡേറ്റ് ആണ് നമ്മുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആമുഖത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ആണ് ഈ പറഞ്ഞ 1949 നവംബർ 26. നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദിസ് 26th day of November 1949 ഡു ഹിയർ ബൈ അഡോപ്റ്റ് ഇനാക്ട് ആൻഡ് ഗിവ് ടു അവർ സെൽഫ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. അതായത് നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു തീയതി ഏത് എന്ന് ഈ ഒരു തീയതി എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അധികാരം അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നത്. അതുകൊണ്ട് എന്താണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് മറ്റൊരു തീയതിയാണ്, 1950 ജനുവരി 26. ജനുവരി 26. ഓക്കെ, ഇനി നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇവ ആമുഖത്തിലെ ഓരോ വാക്കും നമ്മൾ മനസ്സിലാക്കിയാൽ അത്രയും ചോദ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മുടെ അധികാരം എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ ജനങ്ങളായ നാം, ജനങ്ങളിൽ നിന്നാണ് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം ഇത്തരത്തിൽ ഇവിടെ പരാമർശിച്ചിട്ടുള്ള തരത്തിലുള്ള അധികാരങ്ങൾ നൽകുന്നു. എന്തൊക്കെയാണ്? നീതി ഉറപ്പാക്കുന്നു, സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു, സമത്വം ഉറപ്പാക്കുന്നു, അതുപോലെ സാഹോദര്യം ഉറപ്പാക്കുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോവറിൻ സ്ഥിതി സമത്വം എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്താണ്? സെക്യുലർ ആണ്, സെക്യുലർ. ജനാധിപത്യം ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഓക്കെ, ഇവിടെയും PSC ചോദിക്കാറുള്ള ചോദ്യമാണ്, ഏതൊക്കെ അധികാരങ്ങളാണ് ഭാരതത്തിലെ ജനങ്ങൾ പ്രിയാമ്പിളിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. പിന്നീട് ചോദിക്കാറുള്ളത്, നമുക്കറിയാം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഒരു തവണയാണ് അമെൻമെന്റ് ചെയ്തിട്ടുള്ളത്, അത് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഭേദഗതി വരുത്തുന്നതിന് മുൻപ് ഈ 2 എസ്സുകൾ ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് പുതുതായി ചേർക്കപ്പെട്ടിട്ടുള്ളത്? 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുവരെ ഈ പറഞ്ഞ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് മാറിയത്. ഇവിടെ പറഞ്ഞതുപോലെ അന്ന് മുതൽ 1950 മുതൽ ജനുവരി 26 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. പരമാധികാര സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ആണ്. 1976 ആയപ്പോഴേക്കും അവിടെ എന്ത് സംഭവിച്ചു? അമെൻമെന്റ് കൊണ്ടുവന്നു, ഭേദഗതി കൊണ്ടുവന്ന് 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നായി മാറി. ഇത് മാത്രമല്ല 42ാമത് അമെൻമെന്റിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ആമുഖം, ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവും തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ
നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 1976 ഭരണഘടന 42 ഭേദഗതി, എല്ലാം PYQ ആണ്. 42 ഭേദഗതി പ്രകാരം ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരമാണ് ഇവിടെ ഇത് ചേർത്തിട്ടുള്ളത് എന്ന് പറയുന്നു. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാറ്റി ചേർത്തിട്ടുണ്ട്. അതുപോലെ മേൽപ്പറഞ്ഞ ഇവിടെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് മാത്രമായിരുന്നു ആദ്യം, അത് മാറ്റി രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും, ഇന്റഗ്രിറ്റി എന്നൊരു വേർഡ് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. യൂണിറ്റി ഓഫ് ദി നേഷൻ എന്നായിരുന്നു ആദ്യം, രാഷ്ട്രത്തിന്റെ ഐക്യം എന്നായിരുന്നു, യൂണിറ്റി ആയിരുന്നു ആദ്യം, അത് മാറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, അഖണ്ഡതയും എന്നൊരു വാക്കുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതും ഇതേ ഒരു അമെൻമെന്റിൽ തന്നെയാണ്, ഭേദഗതിയിൽ തന്നെയാണ്. ഓക്കെ, അതും PYQ ആണ് കേട്ടോ. ഇതെല്ലാം PYQ ആണ്. എവിടെ നിന്നാണ് അധികാരം വരുന്നത് എന്നത് PYQ ആണ്. അതുപോലെ എത്ര തരത്തിലുള്ള നീതി ലഭ്യമാകുന്നുണ്ട്, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം, അതുപോലെ സ്വാതന്ത്ര്യം ഏതൊക്കെ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓരോ വരിയും ഇതിലുള്ളത് അറിഞ്ഞിരിക്കണം. ഇവയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആമുഖത്തിൽ നിന്ന്, ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഭരണഘടനയിലേക്കുള്ള കാര്യങ്ങൾ, ഒരു കീ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പ്രതിഫലിക്കുന്ന ഒന്നാണ് ആമുഖം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആമുഖത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, രാഷ്ട്രത്തിന്റെ അധികാരം ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്, രാഷ്ട്രത്തിന്റെ അധികാരം ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് കുറച്ചുകൂടി വിശദീകരിച്ചാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അവയൊന്ന് പഠിക്കാം. ഓക്കെ, പരമാധികാരം, സോവറിൻ. എന്താണ് പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം. രാഷ്ട്രം എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. രാഷ്ട്രത്തിന്റെ അധികാരം എന്തിനു വേണ്ടി? തീരുമാനങ്ങൾ എടുക്കാൻ. എത്തരത്തിലുള്ള തീരുമാനം? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് പരമാധികാരം. ഓക്കെ, സ്ഥിതി സമത്വം എന്താണ്? എല്ലാവർക്കും യാതൊരു തരത്തിലുള്ള വിവേചനവും ഉൾപ്പെടാതെ എല്ലാവർക്കും തന്നെ തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിനെ, സാമൂഹ്യനീതി നിലനിർത്തുന്നതിനെ സ്ഥിതി സമത്വം എന്ന് പറയുന്നു. സ്ഥിതി സമത്വം എന്ന് പറയുന്നു. മതേതരത്വം. നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതമുണ്ടോ? ഇല്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നമ്മുടെ രാഷ്ട്രം നമുക്ക് നൽകുന്നുണ്ട്. അല്ല, ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അവ ആചരിക്കാം, പ്രചരിപ്പിക്കാം. ഇതിനുള്ള അവകാശം അല്ലെങ്കിൽ ആ ഒരു അധികാരമാണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നതാണ് ജനാധിപത്യം. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? ജനങ്ങൾ പരമാധികാരികളായി മാറുന്നു. ജനങ്ങൾക്കാണ് കൂടുതൽ അധികാരം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു. ഇതാണ് ജനാധിപത്യം. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന ആശയം പറയുന്നത് തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്നു. ആ ഒരു സംവിധാനത്തിനെ നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നു.
ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നേതാവിനെ നമ്മുടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണെങ്കിൽ ആ രാഷ്ട്രത്തെ നമ്മൾ റിപ്പബ്ലിക്കായി കണക്കാക്കുന്നു. അപ്പൊ നമ്മുടെ രാഷ്ട്രം ഇന്ത്യ റിപ്പബ്ലിക്കാണ്. കാരണം എന്താണ്? നമ്മുടെ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നായി റിപ്പബ്ലിക് മാറിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്നത് ഇവ എന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഈ അടിസ്ഥാന ആശയങ്ങൾക്ക് പുറമെ രാഷ്ട്രം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ഈ ഒരു ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാണ് ആമുഖം പഠിച്ച സമയത്ത് ഇവിടെ നൽകിയിട്ടുള്ള സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിനുമുള്ള സമത്വം, അതുപോലെ വ്യക്തികളുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം പുലർത്തുവാനും ഒക്കെ ഉള്ള അവകാശം, ഒരു അവസരമൊക്കെ നമുക്ക് ഭരണഘടന അനുവദിച്ച് നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ഉറപ്പ് ഭരണഘടന നമുക്ക് നൽകുന്നു എന്നതും ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വെക്കുന്നു. അപ്പൊ ഇതൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ സവിശേഷതകൾ ആദ്യം നൽകിയിട്ടുണ്ട്. ഇവ ആമുഖത്തിൽ എങ്ങനെയല്ല ഏതെല്ലാം ലക്ഷ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പൂർത്തിയാക്കേണ്ടത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല എന്ന് പരാമർശിച്ചിട്ടുള്ളത് ഏത് ആശയത്തിൽ ഊന്നിയിട്ടാണ്? ഒന്നാമത്തെ നമുക്ക് പറയാം മതേതരത്വം എന്ന ആശയത്തിൽ ഊന്നിയാണ് ഈ ഒരു സവിശേഷത നിൽക്കുന്നത്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. ജനങ്ങൾ പരമാധികാരികളാണ്. ഈ ഒരു ലക്ഷ്യം എന്തിൽ വരുന്നതാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. മൂന്നാമത്തേത്, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ളതാണ്. റിപ്പബ്ലിക് എന്ന് നമ്മൾ പറഞ്ഞു, റിപ്പബ്ലിക്. അടുത്തത്, ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം. അതെന്താണ്? ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ പരമാധികാരം എന്ന് പറഞ്ഞിട്ടുള്ളത്, സോവറിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനെ നമ്മൾ സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ് ഐഡിയ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ജനങ്ങൾ പരമാധികാരികളാകുമ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ? ഏതായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യം? ഡെമോക്രസിയാണ്, ജനാധിപത്യം എന്ന ലക്ഷ്യമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ഭരണഘടനയെ കുറിച്ച് പഠിച്ച് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കി. മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. ഇവിടെ സുശക്തമായിട്ടുള്ള ഒരു ഭരണഘടന അനിവാര്യമാണ്. എന്തിന്? ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിന്, സുഗമമായ നടത്തിപ്പിന്, അവയുടെ പുരോഗതിക്ക്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഈ ഭരണഘടനയുടെ ധർമ്മം എന്ന് പറയുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകരമായിട്ടുള്ള അടിസ്ഥാന നിയമവ്യവസ്ഥയാണ് ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. നമ്മളിപ്പോൾ കണ്ടതുപോലെ ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്ന രീതിയിലുള്ള അടിസ്ഥാനപരമായ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളവയാണ് ലക്ഷ്യപ്രസ്താവനയാണ് ആമുഖം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മൾ വിലയിരുത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഭരണഘടനയെ കുറിച്ചാണ്. ലോകത്താകമാനമുള്ള ഭരണഘടനകളുടെ പൊതു സവിശേഷതകൾ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ഭവം, ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങൾ, ആശയങ്ങൾ ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇന്നിവിടെ
പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആശയങ്ങൾ തന്നെയാണ്. ഒരു SCRT പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇവയൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. PYQs ധാരാളം വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു പോയിന്റ്സ് എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ എല്ലാ വരിയും PYQ ആണ്. ഓക്കെ, അപ്പൊ ഇവയെല്ലാം തന്നെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ കൂടുതൽ ഹയർ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുന്തോറും നമ്മൾ കൂടുതൽ പോയിന്റ്സ് പഠിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ PYQ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പാറ്റേൺസ് മാറുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി ശക്തമായി തന്നെ പഠിക്കണം. പ്രിപ്പറേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടെലിഗ്രാം ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിലായിരിക്കും വരിക. അടുത്ത ചാപ്റ്റർ ഏതാണെന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻസും മറ്റുമൊക്കെ ടെലിഗ്രാമിൽ കൂടെ ആയിരിക്കും നമ്മൾ അറിയിക്കുക. കൂടാതെ നിങ്ങൾ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ്സുകൾക്കോ മറ്റു കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് തന്നിട്ടുള്ള ഒരു നമ്പറിൽ, മിസ് തന്നിട്ടുണ്ടാവും ഒരു നമ്പർ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മിസ് പരിഹരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.